പറയുമ്പോൾ അതിന് പ്രകാശത്തിൻ്റെ ആ ശക്തി കൂടുതലായിരിക്കും, അതിൻ്റെ തീവ്രത കൂടുതലായിരിക്കും, ശക്തി കൂടുതലായിരിക്കും. എന്നാൽ തരംഗത്തിൻ്റെ വേഗത കൂടുന്തോറും, തരംഗത്തിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ ശക്തി കുറയും എന്നവർ മനസ്സിലാക്കി. ഏതുപോലെ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളൊരു കാര്യം കേൾക്കുന്ന സമയത്ത്, അത് വളരെ ഇൻട്രസ്റ്റോടുകൂടി കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാകുന്ന ശക്തി കൂടുതലായിരിക്കും. നമ്മുടെ മനസ്സ് നാനാഭാഗത്തേക്ക് ചിതറിയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുമ്പോഴോ അത് മനസ്സിലാകുന്ന ശക്തി കുറവായിരിക്കും. ഇത് അവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. അപ്പം അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, പ്രപഞ്ചം എന്ന് പറയുന്നത് കുറേ പരമാണുക്കളുടെ നിരന്തരമായ പ്രവാഹമാണ്. നമുക്കൊക്കെ ഒരു പക്ഷേ ശാസ്ത്രലോകത്തിന് തരാൻ സാധിക്കുകയാണ് ഒരു കണ്ണട എന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ പാർട്ടിക്കിൾ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നൊരു കണ്ണട ലോകം ഇറക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പേടിച്ചു പോകും ഈ ലോകത്തിൽ. കാരണം നമ്മൾ സുസ്ഥിരമെന്ന് കരുതുന്നതൊന്നും സ്ഥിരമല്ലാത്തതുപോലെ നമുക്ക് കാണാം. നമ്മുടെ ശരീരത്തിലെ ഓരോ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓരോ ഘടനകളും ഓരോ പരമാണുക്കളും ചലിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോണ്ടല്ലോ നമുക്ക് ആകെ അസ്വാസ്ഥ്യങ്ങൾ വരും. നമ്മുടെ എല്ല് പോലും ചലിക്കുന്നത് കാണുമ്പം നമുക്ക് ആകെ മെൻ്റലി നമ്മൾ മാറിപ്പോവും. അവിടെയാണ് നമ്മൾ ഋഷീശ്വരന്മാർ പറയുന്നത്, ഈ ചലനങ്ങൾക്കെല്ലാം പിന്നിൽ, ഈ ചലനങ്ങളൊക്കെ സാധ്യമാവണമെങ്കിൽ ചലിക്കാത്തതായ ഒരു ശക്തിയുണ്ട്. ഇന്നും ശാസ്ത്രലോകം അൺസേർട്ടൺ എന്ന് പറയുന്ന, ഞങ്ങൾക്കറിയാത്തതെന്ന് പറയുന്ന, ഇപ്പം അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും. പരമാണുവിനെയും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഏതായാലും നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു, എവിടെ ഇതെല്ലാം ചലിക്കുന്നുവോ ആ ചലിക്കുന്നത് എവിടെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ്. കാരണം ഒരു ചൈതന്യം ഇതിനെ അറിയാനുണ്ടെങ്കിലേ, ഈ ചലനങ്ങളെയൊക്കെ അറിയാനുണ്ടെങ്കിലേ ചലനം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ചലനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഉണ്ടായേ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ഋഷീശ്വരന്മാർ ചലനത്തിനെയും മനസ്സിലാക്കി, ചലനത്തിൻ്റെ പിന്നിലുള്ള ചൈതന്യത്തെയും മനസ്സിലാക്കി. ചലനമെന്നത് അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി, നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയത് ഒരു കാലനിബദ്ധമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. എന്താ ഏതെന്നൊന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ശ്വാസം വരണോ, ഒരു കാലനിബദ്ധമായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണോ. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു കാലനിബദ്ധമായ ഒരു പ്രത്യേക സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നും, ഓരോ സെല്ലുകൾ ജനിക്കുന്നതും മരിക്കുന്നതിൻ്റെ ഉള്ളിലൊരു കാലമുണ്ട്. ഇങ്ങനെ കാലനിബദ്ധമായി ഇതിങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് അവരതിനെ വിളിച്ചു കാലചക്രം. അതിനെ വിളിച്ചു കാലചക്രം. പക്ഷേ ഈ ചക്രം കറങ്ങണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അതിനാണെങ്കിലോ കാലത്തിൻ്റെ ഒരു നിയമവും ബാധകവുമല്ല. കാലനിയമം ബാധിക്കാത്ത, കാലനിയമം തൊടാത്ത ഒരു പരമസത്യത്തിലിരുന്നു കൊണ്ടാണ് ഈ കാലത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ശരീരാദികൾ ചക്രം പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഒരു വെടിക്കെട്ട് കാണുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു പടക്കം മുകളിലേക്ക് കത്തിച്ചെറിയണോ, അത് അവിടെ മുകളിലെത്തിയിട്ട് അത് പൊട്ടി താഴോട്ട് വീഴുമ്പോൾ ചെറിയ പ്രകാശ കണികകളാണ് നക്ഷത്രങ്ങളായി പല രൂപങ്ങളായി താഴോട്ട് വീഴുന്നത്. ആ ചെറിയ പ്രകാശ കണികകളല്ല നമ്മൾ കാണുന്നത്, അതിൻ്റെ കൂട്ടം കാണുമ്പോൾ നമുക്കതൊരു വസ്തുവായി തോന്നുന്നു. ഓരോ ചെറിയ പ്രകാശത്തിൻ്റെ കണികകൾ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്കതൊരു വസ്തുവായി തോന്നുന്നു. ഇതുപോലെ നിങ്ങളൊരു ചന്ദനത്തിരി എടുത്തിട്ട് അതിവേഗതയിൽ കറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചന്ദനത്തിരി അല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്നത് ഒരു വട്ടമാണ് കാണുന്നത്, ഇല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ അതിവേഗതയിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഇളകിക്കൊണ്ട് കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നു ചലനമില്ലാത്ത, മാറ്റമില്ലാത്തൊരു ശരീരം നമുക്കുണ്ട്, മാറ്റമില്ലാത്ത സിസ്റ്റങ്ങളാണ് നമുക്കുള്ളത് എന്ന്. പിന്നെ നമ്മൾ ക്രമേണ അങ്ങനെ ബോധ്യമാണ്, പ്രായം കൊണ്ട് ബോധ്യമാണ് എൻ്റെ ശരീരത്തിനും മാറ്റമുണ്ട്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ നമുക്കത് അനുഭവപ്പെടുകയാണെങ്കിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ കൂട്ടമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഏത്? ഈ ശരീരമെങ്കിൽ ഇതിനെക്കുറിച്ച് നാം കൂടുതൽ ബോധർ ചെയ്യാൻ പോയാൽ, അതുപോലെ കൂട്ടമായി നിന്ന് ചലിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും നമ്മൾ ബോധർ ചെയ്യാൻ പോയാൽ ഇതിനൊന്നും സുസ്ഥിരമാക്കാൻ ആർക്കും
സാധ്യമല്ല. വെറുതെ സമയം കളയാന്ന് മാത്രം, വെറുതെ ദുഃഖിച്ചിരിക്കുക എന്ന് മാത്രം. ഇതിനൊന്നും ഒരു പരിഹാരമില്ല. പിന്നെ പരിഹാരങ്ങളൊക്കെ എപ്പോഴാണ് ഉള്ളത്? ഏത് പ്രശ്നത്തിനും പരിഹാരം എപ്പോഴാണ് ഉള്ളത്? ഈ സുസ്ഥിരമല്ലാത്തതിൽ നിന്നും സുസ്ഥിരമായ ഒന്നിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന വേണം. അതൊരു ചെറിയൊരു മെനക്കെടാണ്. കാരണം ഇത്രയും കാലം ഒട്ടി നിൽക്കുന്നത് എവിടെയാണ്? നാം സുസ്ഥിരമെന്ന് കരുതുന്ന സാധനങ്ങളിലാണ് മനസ്സ് ഒട്ടി നിന്നിരിക്കുന്നത്. ഇനി അതിൽ നിന്നും അതിനെ വേർപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരണം. സുസ്ഥിരം ആയതിലേക്ക് കൊണ്ടുവരണം. അതിനെയാണ് സാധന എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ മെനക്കെടലൊക്കെ മെനക്കെടേണ്ടത്. അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കാം. അപ്പം അതിനെന്ത് വേണം? അതിന് നമുക്ക് സൃഷ്ടിയുടെ കഥകളിലേക്ക് കടന്നു പോകാം. എങ്ങനെയാണ് മനസ്സിനെ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് നല്ല പറഞ്ഞു, ഭഗവാനെ സ്തുതിച്ചു. ആ ഭഗവാൻ 2 കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും അലസത ഉണ്ടാവരുത്, എപ്പോഴും ഉത്സാഹം വേണമെന്ന്. എന്നിട്ട് പറഞ്ഞു, എന്നെ സ്മരിച്ചുകൊണ്ട്, എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? സൃഷ്ടികളൊക്കെ ചെയ്യണം. എന്നെ വിട്ടുകൊണ്ട് അങ്ങ് ഒരിക്കലും സൃഷ്ടിയിൽ വ്യാപാരത്തിൽ പെട്ടുപോയാൽ അങ്ങയുടെ മനസ്സ് സൃഷ്ടിയിൽ പെട്ടുപോയി. മനസ്സിലായില്ലേ? എന്നിട്ട് പറയുന്നു, ഇനി സൃഷ്ടി തുടങ്ങിക്കോളൂ. അങ്ങനെ അദ്ദേഹം സൃഷ്ടി തുടങ്ങി. ആരെയൊക്കെയാണ് ആദ്യം സൃഷ്ടിച്ചത്? 12-ാം അധ്യായത്തിൽ സൃഷ്ടിയെ വർണ്ണിക്കുകയാണ്. ഇതിതേ വർണ്ണിതക്ഷത്താകാലാഖ്യ പരമാത്മനാ മഹിമാവേദഗർഭോദാ യഥാശ്രാക്ഷി നിബോധമേ സസർജാഗ്രേ അന്തതാമിശ്രം അതത്താമിശ്രമാദികൾ മഹാമോഹം ച മോഹം ച തമശ്ചാജ്ഞാനവൃത്തയാം. ആദ്യം അദ്ദേഹം സൃഷ്ടിക്കുന്നത്, ആ ബ്രഹ്മാവിൽ നിന്ന് വരുന്നത് 5 സാധനങ്ങളാണത്രേ. 1 മഹാമോഹം, 2 മോഹം, 3 തമസം, 4 അജ്ഞാനവൃത്തയ. 5 സാധനങ്ങൾ. ഏതൊക്കെയാണ്? മഹാമോഹം, മോഹം, തമസ്, അജ്ഞാനവൃത്തി. 4 ബ്രഹ്മാവിൽ നിന്ന് പ്രകടമായി എന്നാണ്. ഇങ്ങനെയാണ് സൃഷ്ടിയുടെ വ്യാപാരങ്ങൾ വരുന്നത്. മഹാമോഹം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി മനസ്സിലാക്കണേ. മഹാമോഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോഹം. എന്താ മോഹം? ഏറ്റവും വലിയൊരു മറവി. ഏതിനെ മറക്കുന്നു? ഏതിനെയായിരിക്കും മറക്കുന്നുണ്ടാവുക? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ മറന്നുകൊണ്ടാണ് സൃഷ്ടിയുടെ ആദ്യ വ്യാപാരമെങ്കിൽ നാം ഓരോരുത്തരും ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മറന്നുകൊണ്ടാണ്. അത് നല്ല ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ ദുഃഖിക്കാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും നമുക്ക് തളരാൻ സാധ്യമല്ല. കാരണം മനസ്സ് പറയുമായിരുന്നു കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന്. അപ്പം നമ്മൾ ആദ്യം തന്നെ മഹാമോഹത്തിലാണ് വന്നിരിക്കുന്നത്. മഹാമോഹത്തിൽ നിന്ന് മോഹമുണ്ടാവുന്നു. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഈ ദേഹമാണ് എനിക്ക് സുഖത്തിന് കാരണം എന്നുള്ളൊരു ധാരണ വരണു. ഈ സുഖം കൊണ്ടാണ് എനിക്ക് സുഖവും ദുഃഖവും അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനെ പറയും മോഹം എന്ന് പറയും, തെറ്റായ ധാരണ എന്ന് പറയും. മൂന്നാമത്തതോ, അതിൽ നിന്ന് മൂന്നാമത്തതുണ്ടാകും തമസുണ്ടാകുന്നു. തമസെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മനസ്സിൻ്റെ താമസാവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗാസക്തികൾ ഉണ്ടാകുന്നു. മറ്റുള്ള വസ്തുക്കളെയും വ്യക്തികളെയും കാണുമ്പോൾ തോന്നുന്നു ഇവരിലൂടെ എനിക്ക് സുഖം അനുഭവിക്കാം, ഇവരിലൂടെ എനിക്ക് സുരക്ഷിതത്വം അനുഭവിക്കാം, ഈ വസ്തു എനിക്ക് സുഖം തരും എന്ന് നമ്മളെ മനസ്സ്, യഥാർത്ഥ സുഖം ഉള്ളിലുണ്ടായിട്ടും മറ്റുള്ള വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നു. അതിനെ പറയും തമസ് എന്ന് പറയും. അവസാനത്തത് പറയും അജ്ഞാനവൃത്തയ. അജ്ഞാനവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വസ്തുക്കളെ അനുഭവിക്കുമ്പോൾ, സുഖം തരുമ്പോൾ, സുഖം തരുന്ന വസ്തുക്കളോടൊരു ഒട്ടലും, ദുഃഖം തരുമ്പോൾ നമുക്ക് ആ ദുഃഖ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് അങ്ങനെ ഒന്നുകിൽ ആസക്തിയും അല്ലെങ്കിൽ ആശാഭംഗവും വന്നവരായി നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു. മഹാമോഹം, മോഹം, തമസ്, അജ്ഞാനം. മഹാമോഹം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഭഗവാനെ മറന്നു പോവുക. രണ്ടാമത്തത് മോഹം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് സുഖത്തിന് കാരണമെന്ന ധാരണ വരിക. മൂന്നാമത്തത് മറ്റുള്ള വസ്തുക്കളോടും വ്യക്തികളോടും ഒരു ആസക്തി വരിക, അവരാണ് എൻ്റെ ജീവിതത്തിൽ സുഖം എന്ന്. നാലാമത്തത് സുഖം കിട്ടിയാൽ അവരോടൊരു അടുപ്പവും, ദുഃഖം കിട്ടിയാൽ അവരോട് ഒരു വിഷമവും. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അദ്ദേഹം ദൃഷ്ട്വാ പാപീയസിം സൃഷ്ടിം, ഈ സൃഷ്ടിയുടെ പേരാണ് പാപീയ സൃഷ്ടി. ഇത് കണ്ടപ്പം ആത്മാനം ബഹുമന്യത
ഭഗവൽ ധ്യാനബോധേന മനസാന്യാം തതോസൃജൽ. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഈ സൃഷ്ടി ഇനി വേണ്ട, ഇനി എങ്ങനെയുള്ള സൃഷ്ടികൾ വേണം? ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവൽ വിചാരമുള്ള ഈ മഹാമോഹങ്ങളില്ലാത്ത ഒരു സൃഷ്ടി ചെയ്യണമെന്ന്. അങ്ങനെ മഹാമോഹമില്ലാത്തൊരു സൃഷ്ടി ചെയ്തതാണത്രേ സനകം ച സനന്ദം ച സനാതനമതാത്മഭൂ സനൽകുമാരം ച മുനിൻ നിഷ്ക്രിയാനൂർധരേതസാം. 4 പേരങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. അവരാണത്രേ സനൽകുമാര മഹർഷിമാര്. ആരൊക്കെയാണത്രേ അവര്? സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ. അവരുടെ പേര് തന്നെ സൻ 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 എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ്. സൻ എന്നുള്ള ശബ്ദത്തിന് സത്ത് എന്നുള്ള അർത്ഥമാണുള്ളത്. അതായത് സത്തിനെക്കുറിച്ച് ബോധമുള്ളവരാണ് സനൽകുമാരാദി മഹർഷിമാർ. ഏത് സത്തിനെക്കുറിച്ചുള്ള ബോധം? അവരിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായതുകൊണ്ട് അവർ ഊർധരേതസ, അവർ ഊർധരേതസ്സുകളായി. എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരാരെയും ആശ്രയിച്ചില്ല എന്ന് പറയുകയാണ്. അവരുടെ മനസ്സ് മറ്റൊന്നിലേക്ക് തിരിഞ്ഞില്ല. അതിന് അവർക്ക് ബോധ്യമായി തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് സുഖത്തിനും സംരക്ഷണത്തിനും കാരണമെന്ന് അവർക്ക് മനസ്സിലായി. വ്യക്തമാവുണ്ടോ നിങ്ങൾക്ക്? വേറൊരു വ്യക്തിക്ക് എനിക്ക് സുഖം തരാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയിലും ആര് വേണം? ഒരു വ്യക്തി എനിക്ക് സുഖം തരുന്നുവെങ്കിൽ ഒരു ശവത്തിന് എനിക്ക് സുഖം തരാൻ സാധ്യമല്ലല്ലോ. തരാൻ സാധിക്കുമോ? ഒരു വ്യക്തി എനിക്ക് സുഖം തരണമെങ്കിൽ ആ വ്യക്തിയിലും ചൈതന്യം വേണം. അയാളിൽ നിന്ന് സുഖം എനിക്ക് അനുഭവിക്കണമെങ്കിൽ എന്നിലും ചൈതന്യം വേണം. ചൈതന്യമുണ്ടെങ്കിലേ സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്നിൽ ചൈതന്യമുണ്ടെങ്കിലേ ഒരു വസ്തുവിൽ നിന്നും സുഖം അനുഭവിക്കാൻ എനിക്ക് പറ്റുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത്. ചൈതന്യമുള്ള വ്യക്തികളിൽ നിന്നാണ് സുഖം അനുഭവിക്കാൻ പറ്റുന്നതെങ്കിൽ സുഖത്തിൻ്റെ ഉറവിടവും ചൈതന്യം തന്നെയാണെന്ന ബോധ്യം വന്ന അവർ ഒന്നിനെയും സുഖത്തിന് വേണ്ടി ആശ്രയിച്ചില്ല. അങ്ങനെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി. അദ്ദേഹം പറഞ്ഞു, പുത്ര പ്രജാസൃജത പുത്രക, പുത്രന്മാരെ നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുമെന്ന്. പക്ഷേ അവർക്കതിൽ താല്പര്യം ഉണ്ടായില്ല. അവർ ഊർധരേതസ്സുകളായി, അവരതിൽ നിന്ന് വിട്ടുനിന്നു. അപ്പം ഇത് കണ്ടപ്പം ദേഷ്യം വന്നു, ക്രോധം വന്നത്തെ ബ്രഹ്മാവിന്. ക്രോധം ദുർവിഷകം ജാതം നിയന്തം ഉപചക്രമേ ദിയാ നിഗൃഹ്യമാണോഭി ഭ്രുവോർമദ്യാൽ പ്രജാപതേ സദ്യോ അജായത തന്മന്യോ കുമാരോ നീലലോഹിത. അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും പ്രകടമായൊരു രൂപം. ക്രോധം വന്നപ്പോൾ ആർക്ക്? ബ്രഹ്മാവിന്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് എടുക്കരുത് നിങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു വ്യക്തിയുടെ രൂപത്തിലൊക്കെ എടുത്ത അപകടമാണ്. ഞാൻ പറഞ്ഞു, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ബ്രഹ്മാവെന്ന് പറയുന്നത് എല്ലാവരുടെയും സൃഷ്ടി വരുന്നത്. ഏത് സൃഷ്ടിയും ചെയ്യണമെങ്കിൽ വികാരം വരണം മനസ്സിൽ, കാമം എന്നൊരു വികാരം വരണം. അതുകൊണ്ട് ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാമമാകുന്നൊരു വിചാരം തന്നെയാണ് ബ്രഹ്മാവ്. സമഷ്ടി കാമത്തെ ബ്രഹ്മാവെന്ന് വിളിക്കും, മനസ്സിനെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കഥ പറയുമ്പോൾ പറയുകയാണ് ഇങ്ങനെ ഭ്രൂർമധ്യം എന്നൊക്കെ. ഏതായാലും അങ്ങനെ ഒരു രൂപം വന്നു, അതിന് പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തത്? നാമാനി കുരുമേ ദാതസ്ഥാനാനി ജഗൽ ഗുരു. എനിക്ക് പേര് തരൂ, എനിക്ക് സ്ഥാനം തരൂ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് പേര് കൊടുത്തു. അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് മാ രോദീതി, നീ കരയരുത് കരയരുത്. അതുകൊണ്ട് രുദ്രൻ എന്നുള്ള പേര് കൊടുത്തു. നല്ല പേരാ രുദ്രൻ. രുദ്രൻ എന്ന് പറഞ്ഞാൽ രോദനം ചെയ്യുന്നവൻ എന്നർത്ഥം. നല്ല അങ്ങനെ പേരുള്ളവർ വിഷമിക്കണ്ടേ. പിന്നെ അദ്ദേഹത്തിന് സ്ഥലം കൊടുത്തു. ഹൃദ്, ഇന്ദ്രിയാണി, അസു, വ്യോമ, വായു, അഗ്നി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അവിടെ സ്ഥാനം നിനക്ക് തന്നിരിക്കണോ. അങ്ങനെ അവനെ പിടിച്ച് അവിടെ ഇരുത്തി. എന്നതിന് ശേഷം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ഒന്നും ശരിയാവണില്ല. പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ഇദ്ദേഹത്തോട് പറഞ്ഞു സൃഷ്ടി ചെയ്യാമെന്നാണ്, ഈ രുദ്രനോട്. രുദ്രൻ സൃഷ്ടിച്ചതൊക്കെ കണ്ടപ്പോൾ, അപകടം കണ്ടപ്പോൾ പറഞ്ഞു ഇനി സൃഷ്ടിക്കേണ്ടതാണ്. പിന്നെ ഇദ്ദേഹം തന്നെ സൃഷ്ടി തുടങ്ങി. അങ്ങനെയാണ് ആരൊക്കെ സൃഷ്ടിക്കുന്നത്? മരീചത്യങ്കിരസോ പുലസ്താം പുലഹക്രതോ ഭൃഗോ വസിഷ്ഠോ ദക്ഷശ്ചാദശമത്തത്ര നാരദാം. എത്ര പേരെ സൃഷ്ടിച്ചു? 10 പേര്. അവരാണ് സപ്തർഷികൾ. 7 പേര്. അവരുടെ പേരാണ് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു. ഇത്ര പേര്. പിന്നെയും സൃഷ്ടിച്ചു. ആരെ? പിന്നെ ദക്ഷനെ സൃഷ്ടിച്ചു. പിന്നീട് നാരദരെ സൃഷ്ടിച്ചു. അങ്ങനെ 2 പേരും കൂടി സൃഷ്ടിച്ചു. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്നും സൃഷ്ടിച്ചു അത്രേ കർദമ പ്രജാപതിയെ. ഇങ്ങനെയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചതിന് ശേഷം ഓരോരുത്തരെ ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞു.
അവരൊന്നും പ്രജകളെ സൃഷ്ടിക്കാൻ തയ്യാറായില്ല. ആര്? ഈ പറഞ്ഞ കൂട്ടരൊക്കെ. അപ്പൊ ബ്രഹ്മാവിന് വലിയ വിഷമായി, ആരും പ്രജകളെ വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു, പ്രജകളെ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള സാധനം ചേർക്കണം. ഏത്? കുറച്ച് പൊടി ഇടണം. ഏത് പൊടി? ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഇവർ പ്രജകളെ വർദ്ധിപ്പിക്കില്ല. അതുകൊണ്ട് അവര് ഉള്ളിൽ ഭഗവാനുണ്ട് എന്നുള്ള ബോധം മറക്കണം. മഹാമോഹം വെച്ചിട്ട് അങ്ങോട്ട് സൃഷ്ടി ചെയ്യാൻ നിശ്ചയിച്ചു. അങ്ങനെ ആ മോഹം വെച്ചിട്ട് ജ്ഞാത്വാതൽ ഹൃദയേ ഭൂയ ചിന്തയാമാസ ഗൗരവ, അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. നഖ്യേതന്തേ പ്രജാനൂനം ദൈവമത്ര വിഘാതകം ഏവം യുക്തകൃതസ്യ ദൈവം ചാവേക്ഷ സദാ. ഞാൻ ഇങ്ങനെയൊക്കെ പ്രജകളെ സൃഷ്ടിച്ചിട്ടും എന്താ ഈ കാലം എനിക്ക് വിഘാതമാണല്ലോ, ഇതൊന്നും വിപുലമാവുന്നില്ലല്ലോ എന്ന വിഷമം വന്നപ്പോൾ കസ്യരൂപം അഭൂൽ ദ്വേതായ കായമഭിചക്ഷതേ താഭ്യാം രൂപവിഭാഗാഭ്യം മിഥുനം സമപഥ്യത യസ്തു തത്ര പുമാൻ സോഭൂൻ മനുസ്വായംഭുവസ്വരാൾ ത്രീയാസീശതരൂപാഖ്യ മഹിഷസ്യ മഹാത്മനാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ചിന്തനത്തിൽ നിന്നും